ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില, നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. രാമഭദ്ര, എന്തോന്നാ ചാവമേ? ഇടാ എഴുന്നേക്കാൻ, ആ പെണ്ണ് വരുന്നത്. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ മുണ്ടെവിടെ? മുണ്ടില്ലേ? അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ട്. എളുപ്പം. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? നിക്കണവിടെ. സോറി. അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. സോറി. ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. പോക്കറ്റിനെ കാണിക്കരുത്. ആണുങ്ങൾ താമസിക്കുന്ന മുറിയായത്. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. എടി, മര്യാദക്ക് എന്നെ മുറിന്ന് പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി. ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ട അവള് പറഞ്ഞിട്ട് പോയത് കണ്ട. നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്. നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലാന്ന്. അതുകൊണ്ട് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെ അവൾ എപ്പോ പറഞ്ഞു? എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പോയത്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലടാ പോത്തെ. ഇല്ല. അയ്യേ പൊതപ്പ്. അയ്യേ, എടി, നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? ദേ കളിക്കരുത്. 500 മക്കളോട് കളിക്കരുത്. ഞങ്ങൾ മഹാചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? മതിയടി, മതി. എന്താ ചിരിക്കാൻ? രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കൂല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കേൾക്കാമോ? ഇതെന്തൊരു തോന്നിവാസമാണ്. നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക? എടോ, താനിനി 500 അല്ല, ഏത് 1000 മോനാണെങ്കിലും ശരി, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട. മനസ്സിലായോ? സർ, ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലാന്ന്. തെറ്റ് പൂർണ്ണമായിട്ടും എന്റേതാ. മതി, ഒന്നും പറയണ്ട. എടോ, തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ. ഇത് അവസാനത്തേതാ. അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. വയ്ക്കോടോ, വയ്ക്കോളാൻ. എന്തായി? ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇടപെടണ? എന്ത് പണിയാ മാലുവി കാണിച്ചേ? അവനെ ഇന്ന് കോളേജിൽ നിന്ന് പുറത്താക്കായിരുന്നില്ലേ? അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല. അവൻ ഇവിടെ തന്നെ വേണം. എന്താ മാലുവി പറയണേ? പറയണല്ല, എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണേന്ന്.
രാമഭദ്ര നീ എന്തായി കാണിക്കണേ? എടാ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന്? നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെയാണ് അവിടെ പറഞ്ഞു വിടേണ്ടത്. അതിനാണ് പ്രേമാണെന്ന് പറഞ്ഞ് എന്നെ നെഞ്ചത്തോട് കയറിയെന്ന് ഞാനും തോന്നും. തിരിഞ്ഞ് അങ്ങോട്ടും പറയണം ഐ ലവ് യു എന്ന്. അതിന് കുറെ പൊളിക്കും. പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ 500 മക്കൾ വേറെ എന്തൊക്കെ എനിക്കണം. അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കൂല്ലേ? മായൻകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണണല്ലേ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പോരാടും. എന്നോട് അവളെ പ്രേമിക്കാൻ പറയാൻ നീ ആര്? അവളുടെ മാമയോ? അയ്യോ, പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കരുത്, പ്രേമിക്കരുത്. നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത്. പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്തിന്? ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ. നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമഭദ്ര, ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം. വളച്ച് 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 ഒറ്റ ഓടി. പിന്നെ നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും, കരയും, കാല് പിടിക്കും, കെഞ്ചും. പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയടാ, രോമം എഴുന്നേക്കുന്നത്. കുഴപ്പമാവൂ? ഏയ്, അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ. ഓ, അവിടെ കുഴപ്പമാവുമെന്ന്. കുഴപ്പമാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം. ആ, വേഗം ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടേക്ക് പോലെ. പറഞ്ഞ ഇല്ല, ഈ തുടക്കം എങ്ങനെ? എനിക്ക് ഉറങ്ങും. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ. ചെല്ല്. ഇന്നലെ രാത്രി അയ്യേച്ചേ, ഇന്നലെ രാത്രി ഓക്കെ. മാലു, എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, ഒന്നിങ്ങി വന്നേ. ജസ്റ്റ് എ മിനിറ്റ്. എന്താ? എന്തിനാ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം. മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്നും അറിയാം. അയ്യേ, രാമഭദ്രനൊന്നുമല്ല. ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്, അതാ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തന്റേടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്ക് ഇഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. അതെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ, ഉള്ളിന്റെ ഉള്ളിന്ന്. എങ്കി സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന്. പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. വരട്ടെ. പോര്. എന്താടാ? പോരടാ. എന്താ കാര്യം? എടാ, അവൾ എന്താ പറഞ്ഞെന്ന്? അവൾ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ, ഇത് അവളൊരു പാര ഇറക്കിയതല്ലേ? നീയും അതേ പാര എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ. അവൾ തന്നാലോ? വാങ്ങിക്കണം. നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ 500 മോനാ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കൂടാ. അത് തന്നെ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല്, അങ്ങോട്ട് ചെല്ലാം. മാലു, എക്സ്ക്യൂസ് മീ. ഒന്നിങ്ങി വന്നേ. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ. എന്തിനാ? സത്യം ചെയ്യാൻ. ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട. മാലു പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ടും നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വീർത്തു? എളുപ്പം സത്യം ചെയ്. ശരി, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെയാ. രാമഭദ്രൻ എന്ന് വിളിച്ചാ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും. സത്യം. ഓക്കെ.
മതി, ഞാൻ ഇറങ്ങിക്കോളാം. ഏ ഇളയച്ചൻ വന്നിട്ട് അധിക നേരമായോ? ഇളയച്ചൻ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അതൊക്കെ പിന്നെ പറയാം, ആദ്യം അകത്തുകൊണ്ട് വെക്ക്. ഇല്ല, ഇളയച്ചൻ വന്നേ, എന്താ സത്യം ഇളയച്ചൻ അറിയണം. പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചുണ ഉണ്ടെങ്കിൽ വെട്ടടാ. വേണ്ട, ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി, ശവമെടുക്കാൻ. മാലുവിന്റെ ഇളയച്ചനും രാമോദരനും കൂടെ അടിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും, ഉറപ്പാ. രാമോദര വേണ്ടടാ. പട്ടി നിന്നെ ഒന്ന് കൊല്ലടാ. അതിൽ ചത്തുപോയ നിന്റെ തന്തയോട് വരാൻ പറയടാ. മതിയുടെ രാമോദര ഇടൂലടാ. പേര് വീരനാണെങ്കിൽ നിന്നെ ഞാൻ വിടൂലടാ. പട്ടി എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോ. ഇളയച്ചൻ എന്തായി കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ലാന്ന്. പിന്നെ അയാളോട് വഴക്കിന് പോയ എന്തിനാ? ഇളയച്ചന് തോന്നുന്നുണ്ട് ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ. അത്രയ്ക്ക് വിട്ടുകയാണോ ഞാൻ? അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? അത് ഒന്നും ഉണ്ടായിട്ടില്ല, അച്ചമ്മ പറഞ്ഞിട്ടാ. അഞ്ഞൂറാനി മക്കളെയും തമ്മി തല്ലിക്കാൻ. എന്റെ ദൈവമേ, എടി നിന്റെ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനി മക്കൾ ആരാണ് നിന്റെ വിചാരം? അവന്മാരെങ്ങനെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെച്ചേക്കൂല അവനെ വെച്ചേക്കൂല, രണ്ടിനെ കൊന്ന് കുഴിച്ചു മൂടുവരും. ഇനിയിപ്പൊ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മയ്ക്ക്. എടി നിനക്കറിയാവോ, ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു. അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ. അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്നറിയാവോ? മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ചമ്മ താലി കെട്ടിച്ചു. അതിലും വലിയ ദ്രോഹമൊന്നും ഈ അഞ്ഞൂറാൻ നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ. അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയില് അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ. പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടുണ്ടാക്കിയായിരുന്നു അഞ്ഞൂറാൻ. അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം. ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ ബാക്കിയുള്ളവരും കൂടെ വെട്ടിച്ചാകണോ? പറ, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ. ഇല്ല ഇളയച്ച, ഞാനിനി ഒന്നിനുമില്ല. പക്ഷെ
ഇളയച്ചൻ പോയി വീട്ടിൽ പറഞ്ഞ് ബഹളത്തിന് നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാരും കൂടെ നിന്നെ എടുത്തിട്ട് തല്ലും, എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലിരുത്തും. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര്. നിന്റെ ചേട്ടന്മാര് വരുന്നുണ്ട്. നീ തല്ലുണ്ടാക്കിയവരറിഞ്ഞു. പോയി ഒളിച്ചോ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ വേഗം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല, പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ. ശരിയാവില്ല, നീ ഒന്ന് ഒതുങ്ങിയ. നീ ഇതെങ്ങോട്ട് കയറുവാ? ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ. ചെല്ല്. ഞാനില്ല. തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോടെ തല്ലണമല്ല നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ പോയോ? ഞാൻ പറയുന്നേക്കാം. നിന്റെ ചേട്ടന്മാർ ശരിയാവില്ല. അല്ലോ, രാമോദ്ര തുറക്കാം. ഞാൻ പറയുന്നു. ഞാനിവിടുത്തെ വാർഡനാണ്. ആരാ ഞങ്ങളുടെ പൊന്നനീനെ തല്ലിയത്? അത്ര ചങ്കുറ്റുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ. 500 മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാ, ഇറങ്ങി വാടാ. തീർക്കോളികളെ വാടാ. വാടല്ല, ഒരു കൈ നോക്കാടാ. ഒരു കൈയ്യലാണ്, 2 കൈ നോക്കാം. ആരാണ് ഞങ്ങൾ രാമഭദ്രൻ തല്ലിയത്? ഇറങ്ങി വാടാ. ദേ പോണവൻ, രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. നിൽക്കാൻ ഈ മതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവും. ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. അല്ലോ, രക്ഷിക്കണേ. ദേ പോണവൻ. പിടിച്ചോടാ പ്രേമ. ഓടി വായോ. ഓടിച്ചെല്ലടാ പ്രേമ. കേട്ടില്ലേ? നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല. പിന്നെ രണ്ടപ്പ എന്നെ തല്ലുന്നേ. മിണ്ടിപ്പോയത് കൊന്നാളെ ഞാൻ. എന്നെ കൊല്ലുന്നേ. പിടിച്ചല്ലോ, പിടിച്ചുണ്ട്. അടിക്കട പ്രേമ. ഉന്നെ നോക്കി അടിക്കട പ്രേമ. അവനെ ഒന്നും ചെയ്യല്ലേ. അവനല്ല തല്ലിയത്. അവനൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഓടിയത്? അള്ളാനെ പേടിച്ചിട്ടാടാ. അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു ഓടിയത്? ഇവനല്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ തല്ലിയത്? എടാ ചോദിച്ച കേട്ടില്ലേ ആരാ നിന്നെ തല്ലിയത്? എന്നെ ആരും തല്ലിയില്ല, ഞാനാ തല്ലിയത്. ആരെ? പറയടാ, ആരുമായിട്ടാണ് തല്ലുണ്ടാക്കിയത്? പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആനപ്പാറയിലെ ലവനില്ലേ, വീരഭദ്രൻ, അവനുമായിട്ടായിരുന്നു. വലിയേട്ട, ഞാൻ പറയുന്നു കേൾക്ക്. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് അവനെ തല്ലിയത്. മുമ്പിൽ മാറാ കൊച്ചേട്ടാ, സമീത പ്ലീസ് ഓടച്ചെക്ക അവിടുന്ന്. എങ്കിൽ എന്നെ കൊന്നിട്ട് പോകും. ആനപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് രാമഭദ്രൻ അവന്റെ ചേട്ടന്മാരെ വിളിച്ചോണ്ടെന്ന് ആരും പറഞ്ഞ അതിനും ഭേദം എന്നെ കൊല്ലുന്ന. സത്യമായിട്ടും അതെ, അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. ദേവി, നിങ്ങൾ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കരുത്. സത്യമാണല്ലോ നീ പറയുന്നത്? അതേ വലിയേട്ടാ. എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട, കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കാടാ. നിന്നെ അല്ലടാ അവനെ. മായൻകുട്ടി, നീ വാ. എന്താ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, കറക്റ്റ്. ഞാൻ വരട്ടെ. ഇന്ന് നിന്റെ കൈ 500 ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. തൽക്കാലം വിട്ടിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മൂടി ഞാൻ.
കേട്ടടാ പാട്ടി